ഈ ഒരു മരത്തിന്റെ സ്ലൈസ് കിട്ടണം ഞാൻ കുറേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കിട്ടിയില്ല. അങ്ങനെ നോക്കിയപ്പോഴും ഒരു ദിവസം റോഡിന്റെ സൈഡിൽ കുറേ മരം കൂട്ടിയിട്ടങ്ങനെ കണ്ടേ. അപ്പൊ ഞാനത് ആരും കാണാണ്ടെടുത്തു. സത്യം പറഞ്ഞ മോഷണം അതന്നെ. എന്നിട്ട് ഇയാൾ എന്റെ കസ്റ്റഡിയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 ആഴ്ചയായി. എന്ത് ചെയ്യണമെന്ന് പിന്നെ ഒരു ഐഡിയ ഇല്ലാണ്ടായി. അങ്ങനെയാണ് പിന്നെ നമുക്ക് ഇത് ചെയ്യാന്ന് ആലോചിച്ചേ. ഏത്? അപ്പൊ പരിപാടി തുടങ്ങാം. ഇതേ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്, അതിൽ കുറേ മീനുകളെ വരച്ചിട്ടുണ്ട്. വലിയ പെർഫെക്ഷൻ ഒന്നും വേണ്ട മീനിന്, വെറുതെ ഒരു ഷേപ്പ് ഉണ്ടായാൽ മതി. എന്നിട്ട് അത് ഫുള്ള് വെട്ടിയെടുത്തു. ഈ കാർഡ്ബോർഡ് വെട്ടണതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പരിപാടി. കൈയൊക്കെ നല്ല വേദന എടുക്കും. അങ്ങനെ 4, 3, 7 മീനുകളെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ അടുത്ത പരിപാടി എന്താ? കളർ അടിക്കണ്ടേ? അപ്പൊ മീനുകൾക്കൊക്കെ നീല കളറാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ വെള്ളമില്ലാത്ത കാരണം മീനുകളെങ്കിലും ഒന്ന് നീല കളറിലിരിക്കട്ടെ അല്ലേ? അങ്ങനെ ഡിസൈനിൽ തന്നെ കളറും ചെയ്തിട്ടുണ്ട്. ഓരോ മീനിനും ഓരോ ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. ചിലതിന് മുഖത്തിൻ്റെ അവിടെ നീല കളറില്ല, ചിലതിന് വയറിൻ്റെ അവിടെ ഇല്ല. എന്നിട്ട് പിന്നെ ആ നീല കളർ ഇല്ലാത്ത ഭാഗത്ത് നമ്മൾ വൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മുഖത്തിൻ്റെ അവിടെ ഉള്ളതിന് മാത്രം നമ്മൾ വൈറ്റ് അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ മഞ്ഞയും കൊടുത്തിട്ടുണ്ട്. മഞ്ഞ കളർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അപ്പം ഞാൻ വാട്ടർ കളർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നമ്മുടെ മീനുകൾക്കൊക്കെ കണ്ണും വരച്ചു കൊടുത്തിട്ടുണ്ടേ. മീനുകൾ ഭയങ്കര സിമ്പിളായി പോയില്ലേ? സാരമില്ല, പരിഹാരം ഉണ്ടാക്കാം. കുറച്ച് മീനുകൾക്ക് കുറച്ച് വരയൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്, ചിലതിന് കുറച്ച് ചതമ്പലും വരച്ചിട്ടുണ്ട്. പിന്നെ വയറിൻ്റെ അവിടെ വെള്ളഭാഗമുള്ള മീന് ഞാൻ വാലിലും കുറച്ച് വെള്ള പൂശിയിട്ട് മുകളിൽ കുറച്ച് ബ്ലാക്ക് ഡോട്ട്സ് ഇട്ടിട്ടുണ്ട്. ബ്ലാക്ക് ഡോട്ടുള്ള മീനെ കണ്ടിട്ടില്ല, എന്നാലും കിടക്കട്ടെ. എന്താ വെറൈറ്റി അല്ലേ? ഇനി നമ്മളുടെ മീനിന് ചുറ്റും ഞാൻ ബ്ലാക്ക് കൊണ്ട് ഔട്ട്ലൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മീനിനെ നല്ല സുന്ദരിയാക്കിയിട്ടുണ്ട്. പിന്നെ ചതമ്പല വരച്ച മീനില്ലേ, അതിന് ഞാൻ ബ്ലൂ കളറും കൊടുത്തിട്ടുണ്ട്. ബ്രഷ് പെനാട്ടോ യൂസ് ചെയ്തേക്കണേ. ഇനിയാണ് നമ്മളുടെ അടുത്ത കലാപരിപാടി. ചോപ്സ്റ്റിക്ക് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ സൈസ് അങ്ങോട്ട് വെട്ടിക്കൊടുക്കാം. ഇങ്ങനെ കയറി ഇറങ്ങിയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പൊ മീനുകൾക്ക് എല്ലാത്തിനും ഒരേ സൈസ് അല്ല, ഓരോന്നിനും ഓരോ സൈസ് അങ്ങനെ കൊടുത്തിട്ടുണ്ടേ. മനസ്സിലായില്ലേ? ഈ വീഡിയോയിൽ ചെയ്യണ പോലെ ഓരോന്നിനും ഓരോ സൈസ്, അത്രേ ഉള്ളൂ. ഉഫ്, ഇനിയാണ് ടാസ്ക്. ഇതുവരെ വളരെ ശരിയാണ്. ശരിയാണ്. ഇനിയാണ് ടാസ്ക്. നമ്മൾ ഈ കുന്തത്തിൽ നിറച്ച മീനൊക്കെ ഇല്ലേ, അതിനെ നമ്മൾ ഹൈറ്റോടുള്ളത് ഈ കാണുന്ന മരത്തിന്റെ സ്ലൈസിലേക്ക് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇത് ചെയ്യണമെങ്കിൽ നല്ല ക്ഷമ വേണം. ഞാനിപ്പോ എന്തായാലും നനഞ്ഞല്ലോ, ഇനിയപ്പോ കുളിച്ച് കയറാന്നുള്ള രീതിയിലാണ് ഞാൻ പിന്നെ അത് അവസാനിപ്പിച്ചത്. നല്ല ക്ഷമ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. പിന്നെ കാണാം. ബൈ.